ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി. രാഷ്ട്രീയ ലാഭത്തിനായി സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിച്ച സംസ്ഥാന സർക്കാരിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി UDF പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി 7-ന് കൌൺസിൽ അംഗീകരിച്ച നടപടികൾ പൂർത്തീകരിച്ച് സർക്കാരിന് അയച്ചതാണെന്നും കേരള സർക്കാർ പെരിന്തൽമണ്ണ നഗരസഭയടക്കം മലപ്പുറം ജില്ലയിലെ നഗരസഭകളിലെ ഉപഭോക്താക്കളെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ആരോപിച്ചായിരുന്നു UDF കൌൺസിലർമാരുടെ സമരം. പെരിന്തൽമണ്ണ നഗരസഭയിൽ ലഭിച്ച 1810 അപേക്ഷകൾ യഥാസമയം കൌൺസിൽ പാസാക്കി സർക്കാരിലേക്ക് അയച്ചെങ്കിലും രാഷ്ട്രീയ ചേരിതിരിവിന്റെ പേരിൽ പെരിന്തൽമണ്ണയിലെ സ്ത്രീ സമൂഹത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ച പരിപാടി KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിലുള്ള പെൻഷൻ പദ്ധതി പെരിന്തൽമണ്ണയിൽ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന ഒരു നെറികെട്ട രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന CPM-ന്റെയും സർക്കാരിനെതിരായുള്ള ഒരു സമരമാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീകൾക്ക് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോം വിതരണം ചെയ്തുകൊണ്ട് വീടുകൾ മുഴുവൻ കയറി ഇറങ്ങിയ CPM-ന്റെ ആളുകൾ അത് നടപ്പാക്കുമ്പോൾ അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ നഗരസഭകളിലും UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലുമൊക്കെ ഇത്തരം അലംഭാവം കാണിക്കുന്ന സർക്കാർ കാണിക്കുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് UDF ഇതിനെ കാണുന്നത്. ഇന്ന് നേരത്തെ ബഷീർ മാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് സമരമെങ്കിൽ നാളെ അത് പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ബഹുജന പ്രക്ഷോഭത്തിന് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, കൃത്യമായി രാഷ്ട്രീയം കളിക്കുന്ന ഒരു നിലപാട്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾ മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ ബാക്കിയുള്ള ഈ സമയത്താണ് ഇത്തരം രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്തരം നെറികെട്ട ഭരണത്തിനെതിരായുള്ള ശക്തമായ സമരം ഇത് ഒരു കൗൺസിലർമാർ മാത്രം നടത്തുന്ന പെരിന്തൽമണ്ണ നഗരസഭ ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കൗൺസിലർമാരാണ് ഈ സമരം നടത്തുന്നത് എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്കറിയാം, സത്യസന്ധമായ ഭരണം നടത്താൻ കഴിഞ്ഞ 30 വർഷത്തെ അഴിമതി ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിൽ ജനങ്ങൾ നൽകിയ ആ ഒരു അംഗീകാരത്തിൽ പെരിന്തൽമണ്ണയിൽ ഐക്യ ജനാധിപത്യ നേതൃത്വത്തിലുള്ള നഗരസഭയിൽ ഭരണം നടത്തുമ്പോൾ കൃത്യമായി ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി, ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ഒരു ഭരണമാണ് ഐക്യ ജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്യുന്നത്. അത് നടപ്പിലാക്കാൻ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഞങ്ങളെ കളിപ്പിക്കുകയാണ് എങ്കിൽ ഒരു സംശയം വേണ്ട, ശക്തമായ രീതിയിലുള്ള സമര പരിപാടികൾ പെരിന്തൽമണ്ണയിലും മലപ്പുറം ജില്ലയിലും നടത്താൻ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നിട്ടിറങ്ങും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വൈസ് ചെയർപേഴ്സൺ ഫസൽ മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നാലകത്ത് ബഷീർ മാസ്റ്റർ, ദിനേശ്, തൊട്ടശ്ശേരി ഖദീജ, പച്ചേരി ഹുസൈന നാസർ, കൌൺസിലർമാരായ ഉനൈസ് കക്കൂത്ത്, ഫാസിൽ കക്രൻ, അരുൺ EP, സുമയ്യ, മുസ്തഫ കളത്തിൽ, നിഷ സുബൈർ, അലീന മറിയം, റാഷിഖ്, അസ്കർ, പച്ചേരി നസീമ തുടങ്ങിയവർ പങ്കെടുത്തു.